കേരളത്തിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയുടെ മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങുകയാണ് തളിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ABC ഗ്രൂപ്പ്. സംരംഭക രംഗത്തെ വളർച്ചയുടെ ഭാഗമാവുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി വർദ്ധിച്ചുവരുന്ന തൊഴിലവസരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കോഴ്സുകൾ രൂപകൽപ്പന ചെയ്ത ക്യാമ്പസിന്റെ ബ്രാൻഡ് പ്രകാശനവും ലോഗോ ലോഞ്ചും തളിപ്പറമ്പ് ABC ഹൗസിൽ നടന്നു. വിദ്യാർത്ഥികളെ തൊഴിൽ നേടാൻ പ്രാപ്തരാക്കി ഉയർന്നുവരുന്ന തൊഴിൽദാതാക്കൾക്ക് മികച്ച ഉദ്യോഗാർത്ഥികളെ സംഭാവന ചെയ്യുക എന്നതാണ് പ്രധാന ഉദ്ദേശമെന്ന് ABC ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് മദനി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള വലിയ കമ്പനീസ് തന്നെയാണ് ശരിക്കും വലിയ രീതിയിൽ അക്കാഡമികളും കോഴ്സുകളും രൂപകൽപ്പന ചെയ്ത് ആ രംഗത്തേക്കുള്ള എഫിഷ്യൻ്റായ ആൾക്കാർക്ക് ട്രെയിനിങ്ങൾ നൽകുന്നത് ശരിക്കും ആ രീതിയിൽ. പക്ഷേ നമ്മൾ മലബാർ റീജിയനിലും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എസ്പെഷ്യലി നമുക്ക് ആ രീതിയിലുള്ള ആൾക്കാരെ കിട്ടുന്നത് വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയ കേരളം പോലത്തെ സ്ഥലത്തേക്ക് വരാൻ ആൾക്കാർ തയ്യാറല്ല. എന്നാലാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ റിസോഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനമായിട്ട് മാച്ച് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ കിട്ടുന്നത് പ്രയാസകരമായി വരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഫാൾ നികത്താൻ വേണ്ടി ഇൻഡസ്ട്രി തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി തന്നെ കഴിഞ്ഞ 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ABC ഗ്രൂപ്പ് എന്താ വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനൊരു ആവശ്യകത കടന്നു വന്നപ്പോൾ ഇത് മാർക്കറ്റിലുടനീളം ഇങ്ങനത്തെ ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവിന് കാരണം. അപ്പോൾ നമ്മൾ അക്കാഡമി എന്നുള്ള പേരിൽ ചെറിയൊരു കാൽവെപ്പ് നടത്തുകയാണ്. എന്താ വെച്ചാൽ ഈ രംഗത്ത് കാരണം ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ സ്റ്റാർട്ടപ്പായിട്ടാണ് നമ്മൾ ഇത് കടന്നു വരുന്നുണ്ടെങ്കിലും ഇതിന് സ്കിൽ പാർക്ക് പോലുള്ള വലിയ രീതിയിലുള്ള ഇനീഷ്യേറ്റീവുകളിലൂടെ നമ്മൾക്ക് വലിയ രീതിയിൽ ഈ രംഗത്ത് ഒരു സാധ്യതകൾ ഉണ്ടെന്നും അത് നമ്മൾ ആ രീതിയിൽ ഇപ്പം നമുക്ക് നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അനേകം സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അവരൊന്നും തന്നെ ഇൻഡസ്ട്രിയിൽ പെർഫോം ചെയ്യുന്ന തൊഴിൽ നൽകാൻ പ്രാപ്തരായ ആൾക്കാർ അല്ല എന്നുള്ളതാണ് നമ്മൾ കടന്നു വരുന്ന കാരണം. നമ്മൾ ഒരു ഭാഗത്ത് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുകയും അവർക്ക് തൊഴിലുകൾ എൻഷുർ ചെയ്യുകയും ചെയ്യുക, അത് ഇൻഡസ്ട്രിക്ക് അനുയോജ്യമാണെന്ന് നമ്മൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾക്ക് നിലവിലുള്ള നമ്മൾ ആഭ്യന്തര ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു കോഴ്സ് നമ്മളിപ്പോൾ ഇനീഷ്യലി ഇതൊരു ബിഗിനിങ് ആണ്. നമ്മൾ ഡിപ്ലോമ ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മളെ തന്നെ നമ്മുടെ കൂടെ തന്നെ വർഷങ്ങളോളമായിട്ട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും നമ്മുടെ ERPയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ് നൽകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇൻഡസ്ട്രി നിലവിൽ നടക്കുന്ന എങ്ങനെയാണെന്ന് തന്നെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് സാധാരണ കോളേജിൽ നിന്ന് അയക്കുന്നതിന് പോലെ നമ്മൾ പ്രാക്ടിക്കലി അവർക്ക് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ റീറ്റെയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ ക്ലാസ്സസ് ലെക്ചറേഴ്സ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആ രീതിയിലുള്ള ഇൻഡസ്ട്രിയിൽ ലൈവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ GST പോലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെയാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ABC കോർപ്പറേറ്റ് ഓഫീസിനോട് ചേർന്നൊരുങ്ങുന്ന വിശാലമായ ക്യാമ്പസിൽ അതിനൂതനവും കാലാനുസൃതവുമായ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, അത്യാധുനിക പഠന സംവിധാനങ്ങൾ, ഓരോ മേഖലയിലും അനുഭവസമ്പത്തുള്ള അധ്യാപകരും പരിശീലകരും ക്യാമ്പസിലുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിയുള്ള പഠനരീതി, തൊഴിൽ പരിശീലനം തുടങ്ങിയവ വിദ്യാർത്ഥികൾക്ക് പുത്തൻ അനുഭവമായിരിക്കും. വ്യക്തിത്വ വികസനം, ഭാഷാ നൈപുണ്യം തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടുള്ള പരിശീലന രീതിയാണ് സംരംഭം അവലംബിക്കുന്നതെന്ന് മുഹമ്മദ് മദനി പറഞ്ഞു. ABC ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർമാരായ KN ജുനൈദ്, അബ്ദുൽ വഹീദ്, ഡയറക്ടർ മുഹമ്മദ് തസ്ലിം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.